ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നീതിമാന് എതിരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ ദുഷ്ടതയ്ക്കും അറുതി വരുത്തും കർത്താവായ ദൈവമാണ് ഇത് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. കർത്താവ് ദുഷ്ടൻ്റെ നുകം തകർക്കും. നീതിമാൻ്റെ സന്നദ്ധിയിൽ ദുഷ്ടന് ഒരിക്കലും നിൽക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ദൈവം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുമ്പോൾ നാം നീതിമാനായ ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിനും ദൈവത്തിൻ്റെ നീതിയിൽ ആനന്ദിക്കുന്നതിനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് നീതിമാനെ ഒരിക്കലും തകർക്കുകയില്ല. നീതിമാൻ ഞെരുക്കങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പോകേണ്ടി വന്നാലും കർത്താവിൻ്റെ വലതുകരം അവനെ താങ്ങി നിർത്തും. കർത്താവിൻ്റെ വലതുകരം നീതി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ശക്തി നൽകും, അഭയവും നൽകും. അതിനാൽ ഇന്നത്തെ ദിവസം നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്ന എല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിനക്ക് എതിരെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഈ നൊയമ്പുകാലത്തിൽ നാം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടരോടും ഈശോയുടെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങളുടെ കലവറ നമുക്ക് നേരെ തുറന്നു തന്ന് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 94:11 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവർ ഒരു ശ്വാസം മാത്രം. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു. ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയുമില്ല. വിധികൾ വീണ്ടും നീതിപൂർവമാകും. പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? കർത്താവ് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യുവാൻ കഴിയുമോ? നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു. നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ കാരുണ്യം നുകരുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഒരു ശ്വാസം മാത്രമാണ്. എന്നാലും അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ ഈ ശ്വാസത്തെ നിലനിർത്തുന്നു. ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് സംരക്ഷിക്കുന്നു. ഞങ്ങളുടെ അന്തരാത്മാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് പരിപോഷിപ്പിക്കുന്നു. അങ്ങയുടെ കൃപയാൽ
ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കർത്താവെ ഞങ്ങൾക്ക് ആശ്രയമായിരിക്കണമേ. ഞങ്ങളുടെ കഷ്ടകാലങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വിശ്രമവും നൽകി, അവിടുന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അസമാധാനത്വവും എടുത്തു മാറ്റി കുടുംബത്തിൽ എല്ലാവരും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സമാധാനത്തിൽ വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അങ്ങയുടെ വിധികൾ നീതിപൂർവകമാണല്ലോ. പരമാർത്ഥ ഹൃദയർ അങ്ങയെ മാനിക്കും. കർത്താവെ, ദുഷ്ടർക്കെതിരായി അങ്ങ് ഞങ്ങളെ സഹായിക്കുവാൻ എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ ജീവന് ഭീഷണിയായവർക്കെതിരെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാൻ എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ നന്മയ്ക്കെതിരായി ആലോചനകൾ നടത്തുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. എന്തെന്നാൽ എൻ്റെ കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എനിക്കെതിരെ ദുഷ്ടൻ്റെ യാതൊരു പദ്ധതികളും പൂവണിയുകയില്ല. എന്നാൽ കർത്താവ് ദുഷ്ടൻ്റെ ദുഷ്ടതയ്ക്ക് എതിരെ പ്രതികാരം ചെയ്യും. പ്രതികാരം കർത്താവിൻ്റേതാണ്. ദൈവമേ, പ്രതികാരം ഞാൻ ഒരിക്കലും ചെയ്യാതിരിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. കർത്താവെ, പലപ്പോഴും മനസ്സിൽ ദുഷ്ടനെതിരെ പ്രതികാരം ചെയ്യണം എന്ന് തോന്നുന്നു എങ്കിലും ദൈവസന്നിധിയിൽ ഞാനും ദുഷ്ടത പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ദൈവമേ, ദുഷ്ടനെ എതിർക്കരുത് എന്ന തിരുവചനം എന്നിൽ അന്വർത്ഥമാകേണ്ടതിന് കർത്താവെ, എനിക്കെതിരെ ദുഷ്ടത ചെയ്യുന്നവരെ, അവരുടെ പദ്ധതികളെ എല്ലാം അങ്ങയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് എനിക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ദുഷ്ടവ്യക്തികളെയും ദൈവിക അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പാപബോധത്തിലേക്കും നയിച്ച് അവരെ ദൈവരാജ്യത്തിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങളെ അവിടുന്ന് അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം, ഈ ആഴ്ചയിൽ, ഈ ഓരോ ദിവസങ്ങളിലും ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ അവിടുന്ന് മാനിക്കണമേ. കുഞ്ഞുങ്ങളുടെ പഠനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ ജോലി മേഖലയിൽ, ഞങ്ങളുടെ വരുമാന മേഖലയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകി ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർദോഷമായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ദുഷ്ടത അവിടുന്ന് നിർമാർജനം ചെയ്ത് നീതിമാനെതിരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ തീയമ്പുകളെയും അവിടുന്ന് കെടുത്തിക്കളയണമേ. കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് അവിടുന്ന് എഴുന്നേൽക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും അവിടുന്ന് തൂത്തെറിഞ്ഞ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൽപ്പന പാലിക്കുന്നതിന് എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ മാറോട് ചേർത്ത് വെച്ച് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ നിമിഷവും നുകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ നന്മകളെയും പുനഃസ്ഥാപിക്കുവാൻ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ ധാരാളം അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ ഓരോ അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങൾ ചെയ്യേണ്ട കടമകൾ ചെയ്തു തീർക്കാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കടമകൾ ചെയ്യുന്നു. അങ്ങയുടെ അവകാശമായ ഞങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കടമകൾ ചെയ്യാൻ
വിട്ടുപോകുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മക്കളുടെ കടമകൾ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയെ അനുഗ്രഹിക്കണമേ. മക്കളുടെ പഠനത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ. യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇന്ന് വിദേശ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, വാഹന അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളെയും കർത്താവെ ഇന്ന് തകർത്ത് കളയണമേ. അവിടുന്ന് അവരെ തൂത്ത് കളഞ്ഞ് ദൈവമേ, അങ്ങയുടെ നീതി ഞങ്ങളുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ ഇരുന്ന് അവർക്ക് വിജയം നൽകണമേ. ഇന്ന് ആദ്യമായി ജോലിക്ക് കയറുന്ന മക്കളുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. ജോലിക്ക് പോകുന്ന ഓരോ വ്യക്തികൾക്കും അവരനുഭവിക്കുന്ന വേദനകളെ, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുവാൻ, ജോലിയിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഈ മക്കളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങ് മാനിച്ച് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ അവരെ നിറച്ച് എല്ലാ ജപ്തിയും മാറ്റിക്കളഞ്ഞ് കർത്താവിൻ്റെ സമൃദ്ധിയാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അമിതമായ കോപം കാരണം ജീവിതത്തിൽ എങ്ങുമെത്താൻ കഴിയാത്ത ചില വ്യക്തികളെ കർത്താവെ ഇപ്പോൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തരുന്നു. ഈ വ്യക്തികളുടെ കോപത്തെ എടുത്തു മാറ്റി ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രരാകുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവം നൽകിയതല്ലാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ എന്തിനാണ് മറ്റുള്ളവരോട് കോപിക്കുന്നത്? ആവശ്യമായി എന്തിനാണ് ഞാൻ മറ്റുള്ളവരോട് കോപിക്കുന്നത്? എന്നാൽ എനിക്കെന്താണ് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഉള്ളത്? ദൈവം നൽകിയ ദാനമല്ലാതെ എനിക്കെന്താണുള്ളത്? അതിനാൽ തന്നെ ദൈവം പറയുന്നു, കോപിക്കുന്നവൻ പാപം ചെയ്യുന്നു. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കടക്കുകയില്ല എന്നാണ് കോപിക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവിന്ന് കൽപ്പിക്കുന്നത്. അതിനാൽ നമ്മുടെ കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ എളിമയും കാരുണ്യവും സമാധാനവും ആത്മസംയമനവും നമുക്കിന്ന് ഈ പ്രാർത്ഥനയിലൂടെ ചോദിച്ചു വാങ്ങാം. കർത്താവ് സൗമ്യനാണ്, ശാന്തശീലനാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്നവനാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ കോപത്തെ, അനിയന്ത്രിതമായ കോപത്തെ, വെറുപ്പ്, വിദ്വേഷം, വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ, പ്രതികാരബുദ്ധി, ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഞാൻ പാത്രരാകേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും എടുത്തുമാറ്റി പൂർണ്ണമായ ആരോഗ്യം നൽകണമേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെയും മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും കെട്ടുകൾ പൊട്ടിച്ച് കർത്താവെ അതിനെ നിർവീര്യമാക്കി ദൈവത്തിൻ്റെ ശക്തി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഞങ്ങൾക്കും ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്കും ദൈവമേ അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തി ഇന്നെല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും ലഭിക്കുന്നതിനും ഞങ്ങൾ പൂർണ്ണമായും സംരക്ഷിതരാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും വിജയവും മഹത്വവും നൽകി നമ്മെ മാനിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.